GGC HK Private Limited, Nasreet Martoma Church Campus, MC Road, Mannur, Keelam. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴയിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. നഗരസഭയിൽ ടൗൺ UP സ്കൂളിലെ 46-ാം നമ്പർ ബൂത്തിൽ ഒന്നാമനായാണ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. വിജയം ഉറപ്പാണെന്നും യാതൊരു ആശങ്കയും ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ നഗരസഭയിലെ 46-ാം നമ്പർ ബൂത്തായ ടൗൺ UP സ്കൂളിലാണ് ഒന്നാമതായി ഫ്രാൻസിസ് ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബസമേതം എത്തിയാണ് ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്ത് മടങ്ങിയത്. തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്നും കേരളത്തിലൊട്ടാകെയുള്ള UDF സ്ഥാനാർത്ഥികൾ മികച്ച വിജയം കൈവരിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. ആദ്യമായിട്ടാണ് ആദ്യം വോട്ട് ചെയ്യുന്നത്. അതിപ്പം ക്യൂവിൽ 5-6 പേരുണ്ടായിരുന്നു. അവരിങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ സാറിന് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുള്ളൂ. അവരാദ്യം തന്നെ വോട്ട് ചെയ്ത് തിരക്കുള്ളതുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വോട്ട് ചെയ്തതാണ് ആദ്യം. UDFന്റെ ഒരു വിലയിരുത്തൽ കോട്ടയം എന്നല്ല 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം UDF വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. കാരണം പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും UDFന് അനുകൂലമാണ്. പൊതുവെ ജനങ്ങളൊരു വലിയ പ്രതിഷേധവും ഒരു മാറ്റവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് UDFന് അനുകൂലമായിട്ടേ അത് വരും. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.